അച്ഛന്മാരെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്കകത്ത് 2 വട്ടം ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് വിട്ടുപിടിച്ച് കാണിച്ചിരുന്നുണ്ട്. അതായത് 25 രൂപ വെച്ച് 2 വട്ടം ഞാൻ വിട്ടുപിടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ കയറി ഉടനെ തന്നെ ക്യാഷ് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ആപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ പുതിയൊരു ചാനലാണ്. 2K സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്തതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള അടിപൊളി ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാനും പറ്റും. സോ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഒന്ന് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, പക്ഷേ തുടക്കം പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. കണ്ട് മനസ്സിലാക്കി ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുക, വിട്ടുപിടിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മച്ചന്മാരെ, അപ്പോൾ സൈനപ്പ് ബോണസ് ആയിട്ട് മാത്രം ഈ ഒരു ആപ്പിൽ 499 കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ 499 കോയിൻസിൽ നിന്ന് നിങ്ങൾ കയറുമ്പോൾ 100 കോയിനെ കാണത്തുള്ളൂ. ബാക്കി 399 കോയിൻ താഴെ സ്ക്രാച്ചിറ്റ് ഓപ്ഷനകത്ത് ഒരു സ്ക്രാച്ച് കാർഡ് കാണാൻ പറ്റും. അതൊന്ന് സ്ക്രാച്ച് ചെയ്ത് നേരത്തെ വരാൻ നിങ്ങൾക്ക് ആ ഒരു 399 കോയിൻസ് കൂടി കിട്ടും. അങ്ങനെ മൊത്തത്തിൽ 499 കോയിൻസ് സൈനപ്പ് ബോണസ്. പിന്നെ ഇനി ഇവിടെ നമുക്ക് ഏണിംഗ് ഓപ്ഷൻ, പ്ലേ ടൈം ഗെയിംസ് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറേ അധികം ഗെയിംസ് കാണാൻ പറ്റും. ടോട്ടൽ കണ്ടില്ലേ, 932 കോയിൻസ്, 368 കോയിൻസ്, 230 കോയിൻസ് ഒക്കെ വെച്ച് നമുക്ക് ഓരോ ആപ്പിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഓരോ മിനിറ്റിൽ നമുക്ക് 14 കോയിൻസ്, 6 കോയിൻസ് എന്നൊക്കെ പറഞ്ഞ് ഓരോ മിനിറ്റിൽ നമുക്ക് കോയിൻസ് കിട്ടുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലേ നൗ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയി ഒരു ആപ്പ് വരും. ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് തിരിച്ച് വന്ന് മൈ ഗെയിം സെക്ഷൻ നോക്കുക. അവിടെ വന്നിട്ടുണ്ടോ ഇല്ല. അപ്പോൾ ഒന്ന് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തൊന്ന് ഓപ്പൺ ചെയ്താൽ മതി. അപ്പം റിഫ്രഷ് ആയിക്കോളും. സോ ഇവിടെ കാണാൻ പറ്റും നമുക്ക് അവിടെ ട്രാക്ക് ആയിട്ടുണ്ട്. സോ ഇനി എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതി. എത്ര മിനിറ്റ് വെക്കുന്നു അതിനനുസരിച്ച് നമുക്കിവിടെ കോയിൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. ഓക്കെ, ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തിരിച്ച് വന്നപ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ആ ഒരു കോയിൻസുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ആഡായിട്ടുണ്ട്. 24 കോയിൻസായി. ഓരോ മിനിറ്റ് ഇങ്ങനെ കഴിയുന്നതനുസരിച്ച് നമുക്ക് കോയിൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി 3 മിനിറ്റ് കഴിയുമ്പോൾ 7 പോയിൻറ്റ്സ്, പിന്നെ 4 മിനിറ്റ് കഴിയുമ്പോൾ 7 പോയിൻറ്റ്സ് എന്നൊക്കെ പറയും. അങ്ങനെ കുറേ പോകുമ്പോൾ ഇച്ചിരി ടഫായിരിക്കും. പക്ഷേ നിങ്ങൾ ഫ്രീ ടൈമിലൊക്കെ ഫോൺ അങ്ങ് മാറ്റി വെച്ചിട്ട് പോയാൽ മതി. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടേ പോയാൽ മതി. അപ്പോഴേക്കും തന്നെ കോയിൻസ് ആഡായിക്കോളും. പിന്നെ ഓരോ ഗെയിം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ആ സ്ക്രാച്ച് സെക്ഷനിൽ പോകുമ്പോൾ ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടും. ആ സ്ക്രാച്ച് കാർഡിൽ ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും, റാൻഡം എമൗണ്ട് ആയിരിക്കും. സോ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഉള്ള കുറേ ഗെയിംസ് ഉണ്ട്. ഇതെല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് സർവേസ് പറഞ്ഞിട്ട് സർവേ ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാം. ടോപ്പ് ഓഫേഴ്സ് പറഞ്ഞിട്ട് ഓഫേഴ്സ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാം. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസാണ് ഉള്ളത്. ഇപ്പോൾ ഓഫേഴ്സിനകത്തൊക്കെ വലിയ കോയിൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ കോയിൻസിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്നതിന് ഇച്ചിരി പാടുപെടേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കാര്യമാണെന്നെങ്കിൽ ഈ ഒരു ഗെയിമിനകത്ത് കുറച്ച് ടാസ്ക് കാണുമല്ലോ, ചലഞ്ചസ് കാണുമല്ലോ, ഇത്ര ലെവൽ കാണുമല്ലോ. അങ്ങനെ ഒരാഴ്ച കൊണ്ട് നിങ്ങളെല്ലാം ആ ചലഞ്ചെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു ഗെയിം കളിക്കണം ഒരാഴ്ച. അപ്പോൾ അത്രയും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പ്ലേ ലുഡോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ, അതായത് ഫ്രീ ആയിട്ട് ലുഡോ എന്ന് പറയുന്ന ഗെയിം നിങ്ങൾക്ക് കളിക്കാൻ വെച്ചാൽ വരെ കളിച്ച് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ക്യാഷ് ഒന്നും തന്നെ കൊടുക്കണ്ട, ബെറ്റൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ കളിക്കുവാണ്, നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു 25 കോയിൻ കിട്ടും ഒരു ഗെയിമിൽ. ഇവിടെ ഞാൻ ജയിച്ചു, കാര്യം എൻ്റെ ഒപ്പോണൻ്റായിട്ട് നിൽക്കുന്നവൻ ഇറങ്ങി അങ്ങ് പോയിക്കണം. ഓക്കെ, അത് ഞാൻ നന്നായിട്ട് കളിച്ചതിന് ശേഷമായിട്ട് അവസാനമായിട്ട് ഇറങ്ങിപ്പോയതാണ്, വേറൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഞാനത് കളിച്ച് എനിക്ക് 25 കോയിൻസ് അവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇനിയും ബാക്കി 4 എണ്ണം കളിക്കും. ഒരു ദിവസം 5 എണ്ണം കളിക്കാൻ പറ്റും. പിന്നെ സ്ട്രീക്സ് നോക്കുവാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് സ്ട്രീക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവിടെ Day 1 ആയി. അങ്ങനെ 7 ഡേയ്സ് നിങ്ങളിത് കണക്ക് വീഡിയോ കാണുക. അപ്പോൾ ഒരു 100 കോയിൻസൊക്കെ നമുക്ക് ഒരാഴ്ചയിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു അടിപൊളി ഓപ്ഷനാണ് ഇൻവൈറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം കൂട്ടുകാരെയൊക്കെ ഒന്ന് റെഫർ ചെയ്യാം. ഒരാൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 കോയിൻസ് കിട്ടും. ഇതിന് തൊട്ട് മുമ്പ് വരെ ഇതിന് 800 കോയിൻസ് വരെ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരാൾ റെഫർ ചെയ്ത്. ഒന്ന് ആലോചിച്ച് നോക്കി, അത്യാവശ്യം നല്ലൊരു ആപ്പാണ്. സൈനപ്പ് ബോണസായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് 499, അതായത് 500 രൂപ കിട്ടുന്നുണ്ട്. ഒരു കോയിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഒരാളെ റെഫർ ചെയ്യുവാണെങ്കിൽ അവിടെയും കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരു 10 പേര് റെഫർ ആവുകയാണെങ്കിൽ നമുക്ക് 1000 കോയിൻസ് അവിടെ കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒരു 10 പേര് റെഫർ ചെയ്യുകയാണെങ്കിൽ അഡീഷണലായിട്ട് എക്സ്ട്രാ കിട്ടുന്നതാണ് 1000 കോയിൻസ്. അത് 50 പേരെ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ട്രാ ആയിട്ട് 5000 കോയിൻസ്. ഒന്ന് ആലോചിച്ച് 100 പേരെ ഇൻവൈറ്റ്, അതൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതനുസരിച്ച് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യുക, പറ്റിയ കണക്ക് നമുക്ക് ആ ഒരു കോയിൻസ് ഇവിടെ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. സോ അത് വലിയ കാര്യങ്ങളൊക്കെ അവർ തരുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ചുമ്മാ ഡയലോഗ് മാത്രമായിരിക്കും. അല്ലെങ്കിൽ അത്രയും റെഫറൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് കൊമ്പത്തെ പുള്ളികളായിരിക്കണം. ഓക്കെ, അത് വേറൊരു കാര്യം. അപ്പോൾ എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ വിഡ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ UPI, Google Pay, Flipkart അങ്ങനെ 3 ഓപ്ഷനാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് 4000 സംതിങ് കോയിൻസാണ്. ഞാൻ കുറച്ച് ദിവസം ഒന്ന് വർക്ക് ചെയ്ത് കുറച്ച് കോയിൻസ് കൂട്ടാം. അപ്പോൾ നിങ്ങളുടെ കാണാൻ പറ്റും ഞാനിവിടെ 6676 കോയിൻസ് ആക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്കൊന്ന് വിഡ്രോ നോക്കിയാലോ.
നേരെ റെഡീം സെക്ഷനിലോട്ട് പോവുകയാണ്. അവിടെ UPI ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, ഫ്ലിപ്കാർട്ടും ഉണ്ട്. ഏതാണ്? ഞാനിപ്പോൾ എനിക്ക് UPIയിലോട്ടാണ് ഞാൻ വിട്ടുപിടിക്കും. എനിക്ക് ബാങ്കിലേക്കാണ് ക്യാഷ് വേണ്ടത്. സോ UPI ക്യാഷ് വിട്ടുപിടിക്കുകയാണ്. ക്ലിക്ക് ചെയ്തു. 10 രൂപ, 25 രൂപ, 100 രൂപ, 250 രൂപ. അപ്പോൾ എനിക്ക് 25 രൂപ ഇപ്പം വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. 100 രൂപയുടെ ആയിട്ടില്ല, കുറച്ചുകൂടി അവിടെ 100 രൂപ വിട്ടുപിടിക്കും. അപ്പോൾ 25 വിട്ടുപിടിക്കാം. 25 നമ്മൾ നേരെ സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, 25 എമൗണ്ട് നമ്മൾ നേരെ സെലക്ട് ചെയ്യുവാണ്. സെലക്ട് ചെയ്ത് വിട്ടുപിടിക്കാനായിട്ട് പോകണം. അപ്പം 1200 സിമ്പിളായിട്ടോ. സൈൻ അപ്പ് ബോണസാണ് 500. ഒരു റഫറും കുറച്ച് ഗെയിമോ അല്ലെങ്കിൽ ഓഫർ കംപ്ലീറ്റ് ആക്കി സുഖത്തെ വിട്ടുപിടിക്കാം നിങ്ങൾക്ക് ഇപ്പം തന്നെ. ഞാൻ എൻ്റെ UPI അടിച്ച് കൊടുക്കുവാണ്, കണ്ടിന്യൂ കൊടുക്കുവാണ്, കറക്റ്റ് എല്ലാം ചോദിക്കുന്നു, അതേ കൺഫേം കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും റിക്വസ്റ്റ് സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് 48 മണിക്കൂറിനുള്ളിൽ വരുമെന്നാണ്. സമയം കണ്ടില്ലേ, 11:32 ഞാൻ വിട്ടുപിടിച്ചത്. ഇപ്പോൾ 33 ഓൺ ദ സ്പോട്ടിൽ തന്നെ മേളിൽ നിന്ന് പേടിഎമ്മിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. അവിടെ പേടിഎമ്മിലേക്കാണല്ലോ വിട്ടുപിടിച്ചത്. നമുക്ക് പേടിഎം എടുത്ത് നോക്കാം. ദാ വന്ന് ക്യാഷ് വന്നു ഗൈസ്, കണ്ടില്ലേ, 25 രൂപ ഇൻസ്റ്റൻ്റായിട്ട് 11:32 നമ്മൾ റെഡീം ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ സ്പോട്ടിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വന്നു. കണ്ടില്ലേ, M-Paisa എന്ന് പറഞ്ഞിട്ട്, M-Paisa ആപ്പിൻ്റെ പേര് ഉൾപ്പെടെ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ പേയ്മെൻറ്റ് പക്കയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനിയും നമുക്കൊരു 25 കൂടി വിട്ടുപിടിക്കാം. എന്ത് പറയുന്നു, 25 കൂടി വിട്ടുപിടിക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് വരും നമ്മൾ 25 വിട്ടുപിടിക്കാൻ പോവാണ്. ആ സെയിം ഡേ പറ്റത്തില്ല കേട്ടോ, വേറൊരു ദിവസം വന്നിട്ടാണ് ഇനി വിട്ടുപിടിക്കുന്നത്. ഒരു ദിവസം ഒരു വിട്രോ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത് നമ്മൾ വിട്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് മേളിൽ സമയം കാണാനായിട്ട് പറ്റും. 1:20 നമ്മൾ വിട്ടുപിടിച്ചു. 48 മണിക്കൂറിനുള്ളിൽ വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഓൺ ദ സ്പോട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ രണ്ടാമത് വിട്ടുപിടിച്ചതും പേയ്മെൻറ്റ് അവിടെ റിസീവ് ആയി കഴിഞ്ഞു. എവിടെ? നമ്മുടെ പേടിഎമ്മിൽ. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതേ പേടിഎം വാലറ്റ് ഓപ്പൺ ചെയ്യും. പേടിഎം വാലറ്റ് അല്ല, സോറി, പേടിഎം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഓപ്പൺ ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്താ നേരെ അക്കൗണ്ടിലോട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് M-Paisa ആപ്പിൽ നിന്നും. ഓക്കെ, ഇൻസ്റ്റൻറ്റ് വിഡ്രോവൽ. സോ പേയ്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ തരുന്നൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, മാക്സിമം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുക. ഓക്കെ, ഒരു റെഫറിന് തന്നെ ഏകദേശം 5 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് പെർ റെഫറിന് കിട്ടുന്നുമുണ്ട്. ഓക്കെ, റെഫർ ചെയ്യുക, ഗെയിം കളിക്കുക, അതുപോലെ തന്നെ ഓഫേഴ്സും കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കുക, ലുഡോ ഗെയിം കളിക്കുക. അങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്ത് വിട്ടുപിടിച്ചെടുക്കാം. ഇതിനു മുമ്പ് ഞാൻ മൊത്തത്തിൽ ഇത്രയും എമൗണ്ട് ഈ ഒരു ആപ്പിൽ നിന്ന് വിട്ടുപിടിച്ചത് നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും എമൗണ്ട് ഞാൻ ഈ ഒരു ആപ്പിൽ നിന്ന് വിട്ടുപിടിച്ചത്. അതുപോലെ നിങ്ങൾക്കും വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഒന്നും പറയാനില്ല, അടിപൊളി ഒരു ആപ്പ് തന്നെയാണ്. സോ മാക്സിമം പെട്ടെന്ന് തന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുക, വിട്ടുപിടിച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ മണി ട്രിക്സ്. ബൈ ഗൈസ്.